അങ്ങനെ വാർത്തകൾ വിശദമാകുമ്പോൾ നിയമസഭാ സമ്മേളനം ഇന്ന് ചേരാനിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നിരവധി ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടി ഈ നിയമസഭാ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്തരം വിഷയങ്ങൾ സമകാലിക രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സഭ ചേരുമ്പോൾ PS അച്യുതാനന്ദൻ അടക്കമുള്ള മുൻ സാമാജികർക്ക് അന്തിമോപചാരം അർപ്പിച്ച് സഭ പിരിയും. നിയമനിർമ്മാണത്തിന് വേണ്ടി 12 ദിവസം ചേരുന്ന സഭയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും കൊമ്പുകോർക്കാൻ വിഷയങ്ങൾ നിരവധിയാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല. രാഹുലിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഭരണപക്ഷ തീരുമാനം. പ്രതിപക്ഷം എങ്ങനെ അതിനെ പ്രതിരോധിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. രാഹുൽ സഭയിൽ എത്തുന്നതിൽ കോൺഗ്രസിൽ തന്നെ 2 നിലപാട് തുടരുന്നു എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. രാഹുലിനെ A ഗ്രൂപ്പ് പിന്തുണയ്ക്കുമ്പോൾ മാറി നിൽക്കണമെന്ന നിലപാടാണ് VD സതീശൻ വിഭാഗം എടുക്കുന്നത് തുടങ്ങിയ വാർത്തകളൊക്കെ നേരത്തെ തന്നെ വന്നിരുന്നു. എന്തായാലും നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്തൊക്കെ നടക്കും, ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ പ്രതീക്ഷിക്കണം, ഏതൊക്കെ വിഷയങ്ങൾ സഭയിൽ വരും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് സേഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകും. സേഫ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനും ഭരണപക്ഷത്തിന് അതിനെ പ്രതിരോധിക്കാനുമുണ്ട്. മറിച്ച് ഭരണപക്ഷം തന്നെ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള ചില സാധ്യതകൾ അത് രാഹുൽ മാങ്കൂട്ടത്തിലുമായൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ന് വലിയ നടപടിക്രമങ്ങളിലേക്കൊന്നും സഭ പോകുന്നില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ സഭാ സമ്മേളനം കലുഷിതമാകാനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെ വിഷയങ്ങൾ സഭയിൽ പ്രതീക്ഷിക്കണം സേഫ് ഈ സഭാ കാലയളവിൽ? വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സഭാ സമ്മേളനമാണ് കടന്നു പോകുന്നത്. ഒക്ടോബർ 10 വരെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സമ്മേളനമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ഒരുപാട് വിഷയങ്ങൾ സഭാ സമ്മേളനത്തിന്റെ ആ പരിധിയിലേക്ക് വരും. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ ഇന്നുയരുന്ന ഏറ്റവും ആകാംക്ഷപരമായ ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹത്തിനെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സഭയിലെത്തുമോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം നിലനിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വരും എന്നുള്ള സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. A ഗ്രൂപ്പിലെ ചില നേതാക്കന്മാരുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. VD സതീശനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സഭയിൽ വരേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ A ഗ്രൂപ്പിലെ ചില നേതാക്കന്മാർ അദ്ദേഹം സഭയിൽ എത്തട്ടെ എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ചിലർ പറയുന്നു തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടെന്ന്. പക്ഷേ രാഹുലിന്റെ ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ പറയുന്നത്, അദ്ദേഹവുമായി അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. ഇന്ന് പങ്കെടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത, ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള വലിയ വിഷയങ്ങളൊന്നും ഉയർത്താൻ കഴിയില്ല. ഇന്ന് ചരമോപചാരം മാത്രമാണ് ഉള്ളത്. രാവിലെ 9 മണിക്ക് സഭ ചേരുമ്പോൾ VS അച്യുതാനന്ദനും PP തങ്കച്ചനും അടക്കമുള്ള വാഴൂർ സോമനും അടക്കമുള്ളവർക്ക് 3 പേർക്കും ചരമോപചാരം അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിയുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് ഇന്ന് കടക്കില്ല. നാളെ മുതലാണ് സഭ അതിന്റെ കലുഷിതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ അടിയന്തര പ്രമേയം, മറ്റ് സബ്മിഷൻ, ശ്രദ്ധ ക്ഷണിക്കലടക്കമുള്ള വിഷയങ്ങൾ നാളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇന്നാണ് ഒരു സേഫ് ലാൻഡിങ്ങിന് പറ്റിയ സമയം രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം എത്തിച്ചേരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ അറിയാൻ കഴിയും. സേഫ, അതിലേക്ക് തന്നെയാണ്, അതായത് ഒരു ആകാംക്ഷ അത് നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സേഫ, ഇന്നിപ്പോൾ ഇന്നിപ്പോൾ നിയമസഭയിലേക്ക് എത്തേണ്ട അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട തുടങ്ങിയ നിർദ്ദേശം എന്തെങ്കിലും പാർട്ടി നൽകാനിടയുണ്ടോ? കാരണം അത് രാഹുലിന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും ഇല്ലെങ്കിലും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് പ്രതിരോധിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ സാന്നിധ്യത്തിൽ അതുണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ പാർട്ടി തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ? കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു. ഇനി അതിനകത്ത് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം എടുക്കാനില്ല. രാഹുൽ വരണോ വേണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തിപരമായി തീരുമാനിക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം, കോൺഗ്രസ് നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, CPM അതിനെ വെറുതെ കൈ കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ളതാണ്. പ്രസംഗങ്ങൾ ബില്ലുകൾ മേലുള്ള ചർച്ചയാണ്. പ്രസംഗങ്ങളിൽ പറയാനുള്ളത് മുഴുവൻ പറയാം. ചാറ്റുകൾ വേണമെങ്കിൽ ഉയർത്തിക്കാട്ടാം, ഫോൺ സംഭാഷണം വേണമെങ്കിൽ സഭയുടെ രേഖയാക്കി മാറ്റാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ അവിടെയും പ്രതിരോധിക്കാൻ വേണ്ടി കോൺഗ്രസ് ഒരു പരിധി വിട്ട് തയ്യാറാവില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഒരു പരിധി വിട്ട് അതിന് തയ്യാറാവില്ല. കാരണം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ആളെ പ്രതിരോധിക്കേണ്ട ബാധ്യതയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത്. പക്ഷെ ചില നേതാക്കന്മാർ, A ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചില നേതാക്കന്മാർ അദ്ദേഹത്തിന് പ്രതിരോധവുമായി രംഗത്ത് വരാനുള്ള സാധ്യത തള്ളിക്കളയുകയും വേണ്ട. രാഹുലിനെ പ്രതിരോധിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിനെ മറികടക്കാൻ വേണ്ടി പ്രതിപക്ഷം ചെയ്യാൻ പോകുന്നത്
ഭരണപക്ഷത്തെ MLA-മാരും മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ മുകേഷുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണമുണ്ട്. AK ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണമുണ്ട്. KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണമുണ്ട്. ഈ ആരോപണങ്ങൾ എടുത്തു വെച്ച് ആ വിഷയത്തെ പ്രതിരോധിക്കാമെന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണതോതിൽ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ MLA-മാരുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് VD സതീശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുള്ള